കേരളീയ ചുവർച്ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം മഷിപ്പൂക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മൾ മഷിപ്പൂക്കളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മഥശ്ശേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മഷിപ്പൂക്കളാണ്. അതായത് മഷിപ്പൂക്കൾ, പുഷ്പമാലയിലൊക്കെ വരുന്ന പൂക്കൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു മ്യൂറലിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ തന്നെ പല രീതികളിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇത് മിക്കതും ഒരു ജോമെട്രിക്കൽ ഒരു സ്ട്രക്ചറുള്ള വരകളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് വളരെ സഹായകരമാകുന്ന രീതിയിൽ ഞാനത് വരച്ച് കാണിച്ചു തരാം, സ്റ്റെപ്സ് ആയിട്ട്. അപ്പോൾ അതിനുമുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ആർട്ട് വിത്ത് മനോജ് മഥശ്ശേരി എന്ന് പറഞ്ഞ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ഇടാം. നമുക്കപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നത് എന്ന് നമുക്കിന്ന് പരിശോധിക്കാം. നമ്മൾ മഷിപ്പൂക്കൾ വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൗണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റെൻസിൽ പോലെ എന്തെങ്കിലും ഉപയോഗിക്കാം. എല്ലാം നമ്മൾ ജോമെട്രിക്കലാണ് ഇതിൽ മെയിനായിട്ട്. നിങ്ങളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ ഇതുണ്ട്, ഞാനിതൊരു കറക്റ്റ് ഒരു സ്ക്വയറാണ് ഇവിടെ ആദ്യം വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. പെൻസിൽ വെച്ചിട്ട് ഞാൻ കറക്റ്റ് ഒരു സ്ക്വയറാണ്, ഈ സൈഡും ഒരേപോലെ കറക്റ്റായിട്ടുള്ളൊരു സ്ക്വയർ വരച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു സർക്കിൾ വരച്ചിട്ട് അതിനെ കറക്റ്റായിട്ട് ഞാൻ 8 പീസായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു സെൻറ്റർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 2 3 4 5 6 7 8 പീസുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു മഷിപ്പൂവായിട്ട് നമുക്കിതിനെ വരയ്ക്കണ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനൊരു അകത്തേക്ക് ഞാനിങ്ങനൊരു ലൂപ്പ് പോലെ, ഒരു കുനിപ്പ് പോലെ ഞാനൊരു സാധനം വരച്ചു. ഓക്കെ, നോക്കൂ. ഇത് ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവും. നമ്മളൊരു കുനിപ്പ് പോലെ ഇങ്ങനെ വരച്ചു, കണ്ടോ? ഇപ്പോൾ ഒരു 8 പീസാക്കി ഇതിനെ. 8 പീസാക്കിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിനെങ്ങനെ നമ്മളതിൻ്റെ സൈഡ് മാത്രം നമ്മളിങ്ങനെ വളച്ചു കൊടുക്കും. അതായത് പെറ്റലാക്കുകയാണ് നമ്മൾ. പെറ്റലാക്കാനായിട്ട് ഇതിൻ്റെ സൈഡ്സ് മാത്രം നമ്മളിങ്ങനെ വളച്ചു കൊടുക്കും. അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു പെറ്റൽ പോലെയായി, കണ്ടോ? ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കണ്ടോ, ഇതിപ്പോൾ ഒരു മഷിപ്പൂവായി. ഇനി നമുക്കിത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഔട്ട്ലൈൻസ് മുഴുവൻ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യണം. നമുക്കത് ചെയ്യാം. അതിനുകൊണ്ട് നമുക്ക് 2 ഡിസൈനും കൂടി നോക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ക്വയറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു സ്ക്വയർ, അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഓൾറെഡി ഒരു ചെറിയ ഒരു റൗണ്ടും അതിനൊരു ഔട്ടറും വരച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 1 2 3 4 കുനിപ്പുകൾ അതേപോലെ തന്നെ ഇട്ടു. എന്നിട്ട് ഞാനിങ്ങനെ ഈ സൈഡ് മാത്രം ഞാനിങ്ങനെ വളച്ചെടുക്കുന്നത് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഡിസൈൻ കണ്ടോ? ഇതൊരു 4 ഇതളുകളുള്ള ഒരു മഷിപ്പൂവായിട്ട് നമുക്കിതിനെ കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്കിനി പുഷ്പമാലയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. കണ്ടോ, ഇങ്ങനൊരു ഡിസൈൻ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും പെൻസിൽ വെച്ച്. എന്നിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഞാനൊരു ഡയമണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ തന്നെ 1 2 3 4 ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ അല്ല ഇത് ചെയ്യണം. അവിടെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി. നമ്മൾ ഇതിൻ്റെ ഓരോ ഡയമണ്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ലൈൻ എടുത്തിട്ട് അവിടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ കുനിപ്പുകൾ പോലെ ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് കണ്ടോളുക. കണ്ടോ? ഇപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ കറക്റ്റ് ഒരു ഡയമണ്ട് ഷേപ്പായിട്ട് കിട്ടി. ഡയമണ്ട് ഷേപ്പിലുള്ള പെറ്റൽസാണിത്, കണ്ടോ? സെൻറ്ററിൽ എന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട് സെൻറ്റർ. ആ സെൻറ്റർ നമ്മളൊന്നും കൂടി ഡാർക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മറ്റൊരു ഷേപ്പിലുള്ളത്, അതായത് കുറച്ച് റെക്റ്റാങ്കുലർ ടൈപ്പിലുള്ള ഒരു ഡയമണ്ട് നമ്മളിങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളതായി. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ രീതികളിലൊക്കെ ഒരുപാട് വരയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു 3 രീതികളിൽ വരച്ചതാണ് പ്രധാനമായിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇത്രേ ഉള്ളൂ. ആദ്യം കറക്റ്റായിട്ടൊരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നിങ്ങൾ റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരച്ചതിന് ശേഷം ഇതിൽ കറക്റ്റായിട്ട് നിങ്ങളൊരു റൗണ്ട് ചെയ്യുക. ഒരു സർക്കിൾ ചെയ്തതിന് ശേഷം
അതിനെ നിങ്ങൾ 1 2 3 4 4 പീസാക്കുക. എഗെയിൻ അതിനെ 8 പീസാക്കുക. 8 പീസാക്കിയതിന് ശേഷം സെൻറ്റർ വരയ്ക്കുക. സെൻറ്റർ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1 2 3 4 5 6 7 8 വരച്ചതിന് ശേഷം സൈഡ്സ് ഇങ്ങനെ നമ്മൾ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്താണ്. ഈ സംഭവം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റായിട്ട് സ്ക്വയർ വരച്ചു. ആ സ്ക്വയറിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് 4 കുനിപ്പുകൾ വരച്ചിട്ട് നമ്മൾ സെൻറ്ററും വരച്ച് ചെയ്തിട്ട് ആ സൈഡും മാത്രം നമ്മളിങ്ങനെ അകത്തേക്ക് പതുക്കെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണിത്, ഡയമണ്ട് ടൈപ്പിൽ വരയ്ക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് ബ്ലാക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇത് തന്നെ ചെയ്യാം, സ്ക്വയർ ടൈപ്പ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വാട്ടർ കളറാണ്. നിങ്ങൾക്കിനി ഇന്ത്യൻ ഇങ്ക് ആഡ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ചിലർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇങ്ക് മാത്രം വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. അക്രിലിക്കിൽ ചെയ്യുന്നവർക്ക് അക്രിലിക്കിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ, ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു സ്പേസ് ഉണ്ട്, അത് നമുക്കൊരു റൗണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ആ സെൻറ്റർ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്യുന്നു. ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്, കണ്ടോളൂ. ബ്ലാക്ക് വെച്ചിട്ട് ഫുള്ള് കളർ ചെയ്തു. ഇനി അതിൻ്റെ ഒരു ഔട്ടർ ലൈനും കൂടിയുണ്ട്. ഇതാ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മഷിപ്പൂ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഡയമണ്ട് ടൈപ്പ് ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഡയമണ്ടും കൂടി ഞാൻ ചെയ്യണം ഇപ്പോൾ, കണ്ടോളൂ. ഇങ്ങനെ വന്ന് ഈ ഒരു വളവാണ് നമുക്ക് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് തരുന്നത്, കണ്ടത്. ഇവിടുത്തെ ഈ ഒരു വളവില്ലേ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഒരു വളവുണ്ട്. ഇവിടെ ഇങ്ങനെ ആ ഒരു വളവകത്തൊക്കെ എടുത്തു ഒരു കുനിപ്പ് പോലെ ഇങ്ങനെ വരച്ചിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ അത് തന്നെ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിസൈൻസാണ് കേട്ടോ ഇത് മ്യൂറലിനെ സംബന്ധിച്ചിട്ട്. നമുക്ക് മാലകളൊക്കെ വരയ്ക്കുമ്പോൾ ഉപയോഗിക്കാം ഇത്. പിന്നെ പലരും ഇതിൻ്റെ ഇടയിൽ ബീഡ്സൊക്കെ വെച്ചിട്ട് ഒക്കെ വരയ്ക്കാറുണ്ട് മാലകൾ ചെയ്യുമ്പോൾ. നമുക്ക് അങ്ങനെയുള്ള ഡിസൈൻസ് ഇപ്പോൾ അതൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പൂ മാത്രം നിങ്ങളെ വരച്ച് കാണിക്കണം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഇതെല്ലാവർക്കും ഇപ്പോൾ ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ 1 2 ഈ 2 ടൈപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റൗണ്ട് ആയിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാം. റൗണ്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ലൂപ്സ് കറക്റ്റായിട്ട് ആദ്യം ചെയ്യുക. 1 2 3 4 5 6 നമ്മളിപ്പോൾ 8 എണ്ണത്തിൻ്റെ ചെയ്യുന്നത് കേട്ടോ. 7 8 ലൂപ്സ് നമ്മൾ ആദ്യം ചെയ്തു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് കളർ ചെയ്യാം. സെൻറ്റർ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തു. ആദ്യം സെൻറ്റർ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തു കൂടി ആ ഒരു ഔട്ടർ ലൈൻ ഉണ്ട്, അതും കൂടി ഒന്ന് വരച്ചേക്കാം. ഇനി നമുക്ക് പെറ്റൽസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചു കൊടുക്കുക. എല്ലാ സൈഡും ഒരേപോലെ തന്നെ നമ്മൾ ആ ഒരു കേവി ആയിട്ട് ഇങ്ങനെ വളച്ചകത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളിതങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. പിന്നെ ഇത് നമുക്ക് ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫില്ല് ചെയ്തൊക്കെ കളയാം. നമ്മളിപ്പോൾ ഇത് ഫില്ല് ചെയ്തേക്കാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. സൈഡും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അകം ഫുള്ളായിട്ട് ആ കളർ മാത്രം വൈറ്റ് നിർത്തിയിട്ട് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ചുറ്റും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ഭംഗി കൂട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളതെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ട് നമുക്ക് വേറെ യെല്ലോ കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്കറിയാം. നോർമലി നമ്മൾ ചെയ്യുന്ന തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ഫ്ലവർ നമുക്കൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ അകത്ത് കൂടി ഏതെങ്കിലും കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യണം, യെല്ലോയോ അല്ലെങ്കിൽ റെഡൊക്കെ വെച്ച് ഷെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ വെറുതെ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷെയ്ഡിങ് എഫക്റ്റായി. ഇനി നമുക്ക് ഇതൊന്ന് റെഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം, അകം മാത്രം. മഷിപ്പൂക്കൾ ഷെയ്ഡ് ചെയ്തോളണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഭംഗിക്കായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ്. മഷിപ്പൂക്കൾ ചെയ്യാതിരിക്കാൻ അത് ഭംഗിയാണ്. ബ്ലാക്ക് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഭംഗിയാണ്. ചുറ്റും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കളറുകൾ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് ഈ സൈഡ് നമുക്ക് കളർ ചെയ്യാം. ഈ ഒരു ബ്ലാക്ക് ചെയ്തേക്കുന്നിടത്ത് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം നമുക്കൊരു
കാണുമ്പോൾ ഒരു ഭംഗി തോന്നട്ടെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോയതാണ്, 2 ടൈപ്പ് മാത്രം. ഷെയ്ഡ് ചെയ്തോളണം അങ്ങനെയൊന്നുമില്ല. ഒരു വളരെ ലൈറ്ററായിട്ടുള്ളൊരു റെഡിഷ് ടോൺ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്താണ്. ഇപ്പോൾ ഏതാണ്ട് 3 ടൈപ്പ് മഷിപ്പൂക്കൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം സ്ക്വയർ 4 ഇതൾ, ഇത് 8 ഇതൾ, ഇത് വന്നിട്ട് 4 ഇതൾ തന്നെ റെക്റ്റാങ്കിൾ ടൈപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്സ് ആദ്യം സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ആ കുനിപ്പുകൾ വരച്ചിട്ട് അതിൻ്റെ പെറ്റലിൻ്റെ എഡ്ജ് മാത്രം നിങ്ങളിങ്ങനെ ജസ്റ്റ് കർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ മഷിപ്പൂക്കൾ വരയ്ക്കാവുന്നതാണ്. പുഷ്പമാലയിലൊക്കെ നമുക്ക് ഇത്തരം മഷിപ്പൂക്കൾ ബീഡ്സോട് കൂടി നല്ല ഭംഗിയിൽ നമുക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മഷിപ്പൂക്കൾ 2-3 തരത്തിലുള്ളത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മളിന്ന് വരച്ച് നോക്കി. അതിൻ്റെ പ്രധാന കാര്യം അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കണം. ഏതൊക്കെ രീതിയിൽ തുടങ്ങാൻ, എങ്ങനെ അവസാനിപ്പിക്കാം, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുണ്ട് ഡിസൈൻസ് നമുക്ക് സമയം പോലെ പല എപ്പിസോഡുകളിലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുമുമ്പ് എനിക്ക് എല്ലാവരോടും ഒന്നും കൂടി പറയാനുള്ളത്, ആരെങ്കിലുമൊക്കെ ഇനിയും എൻ്റെ ഈ ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിൽ എന്ന് പറഞ്ഞ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും വീഡിയോസിൻ്റെ. അത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ആ വീഡിയോൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു ഡിസൈനുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.